നഗര ഗ്രാമീണ മേഖലകൾ ഇടകലർന്ന ചേർപ്പിൽ മുന്നണികൾക്ക് അഭിമാന പോരാട്ടമാണ്. ശക്തി കേന്ദ്രമെന്ന് UDF അഭിമാനിക്കുമ്പോഴും ഒരു തവണ ഭരണം പിടിച്ചതിന്റെ ആത്മവിശ്വാസമുണ്ട് LDF-ന്. അവഗണിക്കാനാവാത്ത രാഷ്ട്രീയ ശക്തിയായി BJP-യും പഞ്ചായത്തിൽ വളർന്നു കഴിഞ്ഞു. കൃഷി മേഖലയിലും നമുക്ക് നമ്മുടെ ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് നമ്മൾ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാർഷിക മേഖലയിലോ വ്യാവസായിക മേഖലയിലോ ഒന്നും പുതിയ ഒരു പദ്ധതിയും ആവിഷ്കരിക്കാനായിട്ട് ഈ കഴിഞ്ഞ 5 വർഷക്കാലവും ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നിലനിൽക്കുന്നു. ഊർജ്ജ സംരക്ഷണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിൽ സോളാർ പാനൽ സ്ഥാപിച്ചു. ആരോഗ്യ മേഖലയിലും നേട്ടങ്ങളുടെ പട്ടിക നിരത്തുന്നു ഭരണ നേതൃത്വം. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് വേണ്ടി നമ്മൾ അത് SC വിഭാഗത്തിനായാലും ജനറൽ വിഭാഗത്തിനായാലും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കതിന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പദ്ധതികൾ വയ്ക്കാനും പ്രാവർത്തികമാക്കാനും സാധിച്ചിട്ടുണ്ട്. വയോജന സൗഹൃദ പരിപാടികൾ, അങ്കണവാടികളുടെ നവീകരണം, മാലിന്യ സംസ്കരണ രംഗത്തെ മാതൃകാ പ്രവർത്തനങ്ങൾ എന്നിവയിലേക്ക് കൂടി ശ്രദ്ധ ക്ഷണിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. നമ്മുടെ വയോജനങ്ങൾക്കായിട്ട് നമ്മൾ ക്യാമ്പ് നടത്തി അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, കേൾവിക്കുള്ള ഉപകരണങ്ങളും മറ്റ് സഹായ ഉപകരണങ്ങളും നൽകാനായിട്ട് നമ്മൾ ഒരു പുതിയ പ്രോജക്റ്റ് വെച്ച് നമ്മൾ ചെയ്തു. നമ്മൾ കുട്ടികൾക്ക് നമ്മൾ നീന്തൽ പരിശീലനം നമ്മൾ പുതിയ പ്രോജക്റ്റായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയതാണ്. അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. കാർഷിക മേഖലയ്ക്കായി ഒരു പുതിയ പദ്ധതി പോലും ആവിഷ്കരിക്കാനായില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തതും ആരോപണത്തിന് മൂർച്ച കൂട്ടുന്നു. പഞ്ചായത്ത് മാർക്കറ്റ് കടലാസിലൊതുങ്ങി. 10 വർഷമായി പൂട്ടിക്കിടക്കുന്ന കമ്മ്യൂണിറ്റി ഹാളും ഭരണത്തിലെ നിഷ്ക്രിയത്വമായി പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. പഞ്ചായത്ത് മാർക്കറ്റ് MLA ഫണ്ട് വകയിരുത്തിയിട്ടും പദ്ധതി വെച്ചിട്ടും അതിന് കൃത്യമായ എസ്റ്റിമേറ്റോ പ്ലാനോ തയ്യാറാക്കി കൊടുക്കാനായിട്ട് കോൺഗ്രസ് മുന്നണി നേതൃത്വം കൊടുക്കുന്ന UDF ഭരണസമിതിക്ക് ഇവിടെ സാധിച്ചിട്ടില്ല എന്നാണ് വസ്തുത. അതുപോലെ തന്നെ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വെള്ളപ്പൊക്കം ദുരിതം നേരിടുന്ന ജനങ്ങളുള്ള ഒരു പഞ്ചായത്താണ്. ആ ജനങ്ങളെ വെള്ളപ്പൊക്ക ദുരിതത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനോ അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷെൽട്ടർ സംവിധാനം ഒരുക്കുന്നതിനോ ഒരു സ്ഥലം വാങ്ങുന്നതിനോ ഈ ഭരണസമിതിക്ക് കഴിയാതെ പോയിട്ടുണ്ട്. ഈ 5 വർഷക്കാലമായിട്ട് കുടിവെള്ളക്ഷാമം ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഈ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ സ്വന്തമായ ഒരു കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കുന്നതിന് അതിനുവേണ്ടി ആലോചിക്കുന്നതിന് പോലും ഈ ഭരണസമിതിക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. BJP കൂടി കളം നിറഞ്ഞതോടെ ത്രികോണപ്പോരിന്റെ വാശിയിലേക്കാണ് ചേർപ്പ് നീങ്ങുന്നത്. ഇത്രയും കാലം വികസനം താഴേക്ക് പോയി എന്നല്ലാതെ ഒരു സ്റ്റെപ്പ് പോലും മുകളിലേക്ക് കയറാനായിട്ട് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. വൻ പരാജയമാണ് ഇത്രയും നാളും ഈ കോൺഗ്രസ് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇനിയും നിങ്ങൾക്ക് ചേരുംപടി ചേർക്കുന്ന ഉത്തരം നൽകാനാണ് ചേർപ്പ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായി ഗൃഹപാഠം ചെയ്താണ് മുന്നണികൾ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ചുവടുവെക്കുന്നത്.